എല്ലാവർക്കും നമസ്കാരം. ജയ് ഗുരുദേവ്. കണ്ണുകളടച്ച് നട്ടെല്ല് നിവർത്തി വെച്ചിരിക്കാം. 3 പ്രാവശ്യം ഓംകാരം ചൊല്ലാനായിട്ട് തയ്യാറാവാം. സാധാരണ ശ്വാസം അകത്തേക്ക്, പുറത്തേക്ക്. ഓംകാരം ചൊല്ലാനായി ദീർഘശ്വാസം എടുക്കാം. ഓ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. അവതാനം: നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. ജയ് ഗുരുദേവ്. നമസ്കാരം. സുഖമാണോ എല്ലാവർക്കും? ഇന്ന് ആരെങ്കിലും നിങ്ങളോട് സുഖമാണോ ചോദിച്ചോ? ആരെങ്കിലും ചോദിച്ചോ? ഉണ്ടോ? ഉണ്ട്. ഉണ്ട്, ഇല്ല. ഈ ഈ ചോദിക്കും. ചില ആൾക്കാരെ ശ്രദ്ധിക്കണം. ഈ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരില്ലേ, പെട്ടെന്നൊരു ഫ്രണ്ട് ഇങ്ങനെ വിളിക്കും. നമ്മുടെ ഏതോ കാലത്തെ ഇങ്ങനെ ഓർമ്മ വന്നിട്ട് വിളിച്ചതാണ്. ഒരു വരുമാനം കിട്ടുന്ന ഒരു പരിപാടിയുണ്ട്, സുഖമാണോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വിളിക്കുക. അങ്ങനത്തെ സുഖമല്ല. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കരുതേ. ഓക്കെ, നമ്മുടെ ഇതിൽ ആരെങ്കിലും ഉണ്ടെങ്കിലേ. ഓക്കെ, സോ എല്ലാവരും ഒരു തരത്തിൽ സ്ട്രെസ്സിലാണ്. എങ്ങനെയാണ്? ഒരു തരത്തിൽ എല്ലാവരും വളരെ സംഘർഷത്തിൽ, സമ്മർദ്ദത്തിലാണ്. അതുകൊണ്ടാണ് അവർ തന്നെ അന്വേഷിച്ച് കണ്ടെത്താൻ സമയം ഇല്ല അവർക്ക്. ഈ ശാന്തിയും സമാധാനവും, ലോകത്തിൻ്റെ കാര്യം പറയാണ്. അങ്ങനെയുള്ളപ്പോൾ ഇവിടെ തന്നെ ഇല്ല, പിന്നെ എങ്ങനെയാ മറ്റുള്ളവരോട് ചോദിക്കുക? അല്ലേ? അല്ലേ? സ്വയം നമ്മൾ ശാന്തിയും സന്തോഷവും അനുഭവിച്ചല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, മറ്റുള്ളവർക്ക് സുഖമാണോ എന്നൊക്കെ അന്വേഷിക്കാൻ. നമ്മൾ തന്നെ സുഖം അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ അപ്പം അതുകൊണ്ട് ഇങ്ങനെ സുഖം അന്വേഷിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരിക. ഈ മൊബൈൽ കൂടെ വന്നപ്പോൾ ആൾക്കാരുടെ മുഖത്ത് നോക്കൽ പോലും ഇല്ല, അല്ലേ? അല്ലെങ്കിൽ വഴിയിൽ കൂടെ പോകുമ്പോൾ പണ്ടൊക്കെ ചോദിക്കും ആൾക്കാർ, എന്താണ് ചേട്ടാ സുഖമല്ല, എന്താണ് വിശേഷങ്ങൾ, കണ്ടിട്ട് എത്ര, ഇങ്ങനെയൊന്നും ഇപ്പോൾ പോക്കില്ല. ഇല്ല, മാറി. യെസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ലോകത്തിലെ ഈ പ്രശ്നങ്ങൾ ഇതെല്ലാം പറഞ്ഞല്ലേ, കുറേ കഴിഞ്ഞ സെഷനുകളിലെല്ലാം പറഞ്ഞു എന്തൊക്കെയാണ് ലോകത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാവും ജനനം, മരണം, ജീവിതത്തിലെ ദുരിതം, ദുഃഖം, ഇതിനെങ്ങനെ പ്രതിവിധി ചെയ്യണം, എല്ലാം പറഞ്ഞു. അപ്പോൾ അതിൽ വീണ്ടും പറയണു, പ്രാണായാമം, പ്രത്യാഹാരം, നമ്മുടെ യോഗ സാധനയിലുള്ള പ്രാണായാമം, പ്രത്യാഹാരം. നോക്കൂ, പ്രാണായാമവും പ്രത്യാഹാരവും ഒക്കെ ചെയ്തിട്ട് അതിനുശേഷം ജപസാധനകളൊക്കെ ചെയ്തിട്ട് മനസ്സിനെ സമാധിയിൽ കുറച്ച് നേരം ഇരുത്തൂ എന്നൊക്കെ പറയണു. ഇതെങ്ങനെയാ സംഭവം മനസ്സിലാക്കുക? ചെയ്യാൻ പറ്റുമോ? യോഗയൊക്കെ ചെയ്ത് നോക്കൂ. ഇന്ന് യോഗയെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട്, കുറച്ച് ശരീരം വളയ്ക്കാൻ നന്നായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈയടിക്കും. എന്ത് പറയും? വാവ്, എന്തൊരു യോഗയാ അല്ലേ, എന്തൊരു എന്തൊരു യോഗ ചെയ്യ, എൻ്റെ കുട്ടി എങ്ങനെയാ തലകുത്തി നിൽക്കണം അല്ലേ. വാവ്. എന്നോട് കഴിഞ്ഞൊരു മറ്റേ ഒരു ഈ എന്താ പറയുക, ഒരു എൻക്വയറി ഉണ്ടായിരുന്നു നമ്മുടെ യോഗ സ്റ്റുഡിയോയിലേക്ക്. കുട്ടിക്ക് 3.5 വയസ്സാണ്, നന്നായി യോഗ ചെയ്യുന്നുണ്ട്, കോമ്പറ്റീഷനൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? ഞങ്ങൾക്ക് അതിനാവശ്യമുണ്ട്, കോമ്പറ്റീഷനൊക്കെ കൊണ്ടുപോകണം. എൻ്റെ ചേച്ചിയുടെ മോൾക്കൊക്കെ നല്ല പ്രൈസൊക്കെ കിട്ടി, അവർ കോമ്പറ്റീഷനൊക്കെ. പറ്റുമോ? എന്താ യോഗ എന്നറിയോ? ആദ്യം അറിയണ്ടേ? അറിയണോ? ആസനമല്ല യോഗ എന്ന് ഇതറിയില്ല ആർക്കും, അല്ലേ? ആസനമാണ് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ. ആസനാസ് എന്താണ്? ഈ ശരീരത്തിന് വളയ്ക്കലും ഈ കാര്യങ്ങളെല്ലാം എന്താണ്?
ആസനങ്ങളാണ്. വൺ സെക്കൻഡ്. ഓക്കെ. അപ്പോൾ ഈ ആസനങ്ങൾ കൊണ്ട് എന്ത് പറ്റില്ല? ആ ഉയർന്ന തലങ്ങളിലേക്ക് എത്താൻ പറ്റില്ല. നമ്മുടെ ആത്മീയമായ പുരോഗതിക്ക് അതിൽ പറഞ്ഞു, അഷ്ടാംഗ നിയമത്തിലെ 8 അംഗങ്ങളിലെ ഒന്നാണ് ആസനം. ഈ ഈ ഒളിമ്പിക്സ് ഗെയിമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ഈവൻ്റ് ഒക്കെ കാണും. സാധാരണ ഉണ്ടാവില്ല, നമ്മൾ സാധാരണ ടി വിയിലൊന്നും കാണില്ല. ഈ ജിംനാസ്റ്റിക്സിനെയൊക്കെ കണ്ടിട്ടുണ്ട്. ശരീരമൊക്കെ നന്നായി വളച്ച് എങ്ങനെ വേണമെങ്കിലും കൈകാലുകളൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ, അവരെ യോഗി എന്ന് പറയാൻ പറ്റുമോ? ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖം ദുരിതം വന്നു ഓടിപ്പോയി തലകുത്തി നിന്ന് അത് മാറുമോ? വിഷമം വന്നു ഓടിപ്പോയി പത്മാസനത്തിൽ ഇരുന്ന ശരിയാവോ വിഷമം? ഇല്ല. അത് ശരീരത്തെ നമുക്ക് ഒരു പരിധിവരെ ശരീരത്തിന് ശരിയാക്കി എടുക്കാനുണ്ട്. സോ ആസനങ്ങൾ ശരീരത്തിൻ്റെ തലത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു, ഊർജത്തിൻ്റെ തലത്തിൽ ഒരല്പം. പിന്നീട് ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി. അതിനു മുമ്പ് യമ നിയമങ്ങളുണ്ട്. യമം നിയമം യമ നിയമം എന്ന് വെച്ചിട്ട് കുറേ കാര്യം. ഇതൊന്നും അറിയില്ല അന്നത്തെ ജനറേഷന് ഓടി വന്നിട്ട് യോഗ. അപ്പം ഇതിൽ പറയണു പ്രാണായാമവും പ്രത്യാഹാരവും ഒക്കെ ചെയ്ത് നമ്മളുടെ യെസ്. എന്താ ഈ പ്രാണായാമം പ്രത്യാഹാരം? പ്രാണായാമം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ? ശ്വാസത്തിൻ്റെ ഗതി അല്ലെങ്കിൽ അതിനെ നിയന്ത്രിച്ച്, ശ്വാസത്തിനൊരു താളമുണ്ട്, ആ താളത്തിനെ നിയന്ത്രിച്ച് ഈ ശ്വാസം സൂക്ഷ്മമായ തലത്തിൽ മനസ്സും മറ്റ് തലങ്ങളുമായി കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പം നമ്മൾ എടുക്കുന്ന ശ്വാസം അതിൻ്റെ സൂക്ഷ്മമായ ജീവോർജമായി മാറുന്നു. ഈ എടുക്കുന്ന ശ്വാസം പ്രാണനായി മാറുന്നു. അപ്പോൾ ഈ പ്രാണനെ നിയന്ത്രിക്കൽ അല്ലെ പ്രാണനെ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കുകളാണിത്. നമ്മുടെ ശരീരത്തിൽ ബുദ്ധി, ബോധം, ഇമോഷൻ, എല്ലാ കാര്യങ്ങളും ഈ പ്രാണൻ ഇതിനെല്ലാം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പോയിട്ട് ഒരാളുടെ മനസ്സിലെ ഇമോഷൻ നമുക്ക് ശരിയാക്കാൻ പറ്റും? ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരു വെറുപ്പ്, വിദ്വേഷമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ശരിയാക്കാൻ പറ്റുമോ? ആളുടെ മനസ്സിലിരിപ്പ് അറിയോ എന്താണ്? ഒരു വ്യക്തിയെ അറിയോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് സൈക്കോളജിസ്റ്റിന് പോലും പാടാണ്. സൂക്ഷ്മം മരുന്ന് തരും അല്ലേ? സൈക്കാട്രിയിൽ മരുന്ന്, മെഡിസിൻ. കുറേ ചിലവരുടെ ഭ്രാന്തിനൊന്നും മരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഈ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്രെയിന് കുറച്ച് തളർന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉറക്ക ഗുളികളൊക്കെ തരും. അപ്പോൾ ഈ പ്രാണായാമം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാ സൂക്ഷ്മമായ തലങ്ങളിൽ. അപ്പം അങ്ങനെ കുറച്ച് പ്രാണായാമമൊക്കെ പ്രാക്ടീസ് ചെയ്ത് പ്രത്യാഹാരം എന്ന് വെച്ചാൽ എന്താണെന്നറിയാം? പ്രത്യാഹാരം അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് വിഡ്രോവൽ ഓഫ് സെൻസസ് ഫ്രം വേർഡ്ലി ഒബ്ജക്റ്റ്. ഈ ലോകത്ത് നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ ലോകത്തുള്ള കാര്യങ്ങൾ കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. നമ്മൾ ഉറങ്ങി വീഴുന്നത് വരെ നമ്മൾ മൊബൈൽ ഉപയോഗിക്കും. ശരിയാണോ? ഉറക്കം വരുന്നത് ചിലപ്പോൾ ഫോൺ അവിടെ പാട്ട് വെച്ചിട്ടായിരിക്കും കിടന്നുറങ്ങുക. അത് കഴിയട്ടെ, ഉറങ്ങണത് വരെ അത് പാടിക്കൊണ്ടിരിക്കട്ടെ അല്ലേ? ചിലപ്പോൾ ഉറങ്ങാൻ പറ്റില്ല. എന്തെങ്കിലും മനസ്സിന് വിഷമം ഉണ്ടെങ്കിൽ ഉറക്കം പോലും വരില്ല. എന്തെങ്കിലും ഈ ഇന്ദ്രിയങ്ങളെ ഏതെങ്കിലും വിഷയത്തിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കെട്ടിയിടണം. അങ്ങനെ ഇന്ദ്രിയങ്ങളാൽ ഈ ലോകത്തെ അനുനിമിഷം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് എന്ന് വെച്ചാൽ തിരിച്ചെടുക്കാൻ പറ്റാത്തടത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക, അതിൽ കൊണ്ട് നിക്ഷേപിച്ച് വെച്ചിരിക്കുകയാണ് ഈ ഇന്ദ്രിയങ്ങളെ. എന്തെങ്കിലും ഒരു കാര്യം വെറുതെ ഇരിക്കാൻ പറ്റും ഒരു ഭാഗത്ത്? ഒന്നുമില്ലെങ്കിൽ ചൊറിയും ഒരാൾ. എല്ലാം കഴിഞ്ഞാൽ ചൊറിയും. ശരീരത്തിൻ്റെ എന്താണ് ഈ ചൊറിച്ചൽ ശരീരത്തിൻ്റെ ത്വക്ക് എന്ന ഇന്ദ്രിയത്തിനെ നമ്മൾ ഇതാക്കുകയാണ് ഒന്ന്. അല്ലെങ്കിൽ തല ചൊറിയും. ആദ്യമായി മെഡിറ്റേഷൻ വന്ന ആൾക്കാരെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഒന്നിരുത്തി കണ്ണടയ്ക്കാൻ പറഞ്ഞാൽ അയാൾക്ക് അപ്പം തന്നെ കഴുത്ത് ഇങ്ങനെ തിരിക്കലാണ്, ചൊറിയലാണ്, മാറിയിരിക്കലാണ്, സ്ട്രെച്ചിങ് ആണ്. പറ്റില്ല. ഇന്ദ്രിയങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്ദ്രിയ വിഷയങ്ങളെ ആശ്രമത്തിൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മളിപ്പോൾ TOK പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ക്ലാസ്സസ് എടുക്കുമ്പോൾ മെഡിറ്റേഷൻ്റെ സമയത്ത് അവിടെ റെസിഡൻഷ്യൽ കോഴ്സുകൾ ചെയ്യുമ്പോൾ അവിടെ നിന്ന് നെയ്യുടെ മണം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആളുകളുടെ മൂക്ക് മെഡിറ്റേഷനും പോയി, എല്ലാം പോയി. അപ്പോൾ ഇങ്ങനെ ഇന്ദ്രിയ വിഷയങ്ങളിൽ പെട്ട് ജീവിതം എന്തായി? ജീവിതം വല്ലാത്ത ദുഃഖത്തിലേക്കായി.
അപ്പൊ ഇതിനെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ തിരിച്ചെടുത്ത് സ്വന്തം ഉള്ളിലേക്ക് കൊണ്ടുവരിക. വിഡ്രോവൽ ഓഫ് സെൻസസ് ഫ്രം വേൾഡ്ലി ഒബ്ജക്റ്റ്, പ്രാണായാമവും പ്രത്യാഹാരവും. എന്നാൽ മാത്രമാണ് ഉള്ളിലെ ആ ശാന്തി, സത്യത്തെ നമുക്കറിയാൻ പറ്റുള്ളൂ. അത് ടെക്നിക്കാണ്. അത് പ്രാക്ടീസ് ചെയ്യാൻ പെട്ടെന്ന് പോയിട്ട് എൻ്റെ ഇന്ദ്രിയങ്ങളെ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ് പോയാൽ കിട്ടില്ല. തരുമോ? തരുമോ? നിങ്ങളോട് ആരോടെങ്കിലും പറയാണ് ആ വഴിക്ക് പോകുമ്പോൾ അവിടെ ഒരു ശ്മശാനമുണ്ട്, അങ്ങോട്ട് നോക്കരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ നോക്കാനുള്ള ടെൻഡൻസി അല്ലേ കൂടുതൽ വരിക? അല്ലെങ്കിൽ ആ വഴിക്ക് പോകുമ്പോൾ അവിടെ ഒരു ആളുണ്ട്, അയാളെ കണ്ടാൽ തന്നെ ഒരു പേടി, അയാളെ നോക്കരുത് എന്ന് പറഞ്ഞാൽ എന്തായി ഇതുകൊണ്ട് പറയാൻ? ഇല്ലെങ്കിൽ ഗ്രൂപ്പിൽ ആരോ അറിയാതെ ഒരു മെസ്സേജ് ഇട്ടു, അയ്യേ അത് ശരിയല്ല കേട്ടോ, അതൊന്നും നോക്കരുത് എന്ന് പറഞ്ഞാൽ ആദ്യം എടുത്ത് നോക്കില്ലേ? ശരിയാണോ? നോക്കൂ എന്ന് പറഞ്ഞാലാണോ നമുക്ക് ടെൻഡൻസി, നോക്കരുത് എന്ന് പറഞ്ഞാലാണോ നോക്കാനുള്ള ടെൻഡൻസി? മനസ്സിന്റെ ഇത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തിനോടാണ് നമുക്ക് വേണ്ട വേണ്ട പറഞ്ഞത്, അതന്നെയാണ് മനസ്സ് വേണം വേണമെന്ന് പറയാം. ഏത് കാര്യത്തോടാണ്? വാട്ട് എവർ യു റെസിസ്റ്റ് ദാറ്റ് വിൽ പെർസിസ്റ്റ് എന്ന് പറഞ്ഞു അല്ലേ? ഏ അപ്പൊ ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് പറ്റില്ല. അതിന് നമ്മൾ ആദ്യം ഘട്ടങ്ങളിൽ പറഞ്ഞു കേട്ടോ. പ്രാണായാമവും പ്രത്യാഹാരവും പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, ഇത്തിരി പാടാണ്. അതിനു മുമ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ, നിയമങ്ങൾ, അതിൽ കുറേ കാര്യങ്ങൾ. അതാണ് ചിട്ടയായ ഒരു ജീവിത രീതി ഒരു ഗുരുവിൻ്റെ കീഴിലുള്ള ശിക്ഷണത്തോടെ വരുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് അഹിംസ എന്ന് പറയുന്നത്. ആദ്യത്തെ പോയിന്റ് യമനിയമങ്ങളിൽ യമത്തിൽ വരുന്ന ആദ്യത്തെ പോയിന്റ് അഹിംസ. അവിടെ നിന്ന് അത് ആ കടമ്പയൊന്ന് കഴിഞ്ഞു കിട്ടിയാലാണ് അടുത്തെല്ലാം രക്ഷപ്പെടുക. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ യോഗയിൽ വരുമ്പോൾ ഈ നോൺ വെജിറ്റേറിയൻ ഒക്കെ ഉപേക്ഷിക്കാൻ പറയുന്നത്. അഹിംസ, ഒരാളെയും ഹിംസിക്കരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ മനസ്സിനെ തിരിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ പ്രത്യാഹാരത്തിലൂടെയും തിരിച്ച് കൊണ്ടുവരാം. പ്രാണായാമത്തിലൂടെ പ്രാണന്റെ ഗതി നിയന്ത്രിക്കാൻ പറ്റും. ഇന്ദ്രിയങ്ങളിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന മനസ്സിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. ഇനി പ്രത്യാഹാരം ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു തിരിച്ച്. ജപത്തിലൂടെ സമാധി അവസ്ഥയിലേക്ക് കുറച്ചു നേരം ഇരിക്കൂ. ജപം വീണ്ടും വീണ്ടും ജപം ഒരു ധാരണയാണ്. ജപം എന്ന് പറയുന്നത് നാമജപം പറഞ്ഞൊരു ധാരണയാണ്. ഒരു ഫോക്കസിൽ പോയിന്റ് ചെയ്യണം. ഒരു ജപം ഈ ശബ്ദമന്ത്രത്തിൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ സമാധി അവസ്ഥ എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. കുറേ ജപിച്ച് 108 കഴിഞ്ഞിട്ട് ഇനി കണ്ണുകളടച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു ദീർഘമായ ഒരു വിശ്രാന്തി ഉള്ളിൽ അനുഭവപ്പെടും. അത് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്താണ്, ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഇംപ്രഷൻസ്, ജീവിതത്തിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒരുപാട് സ്വാധീനിക്കുമ്പോൾ ഈ വിശ്രാന്തി അനുഭവിക്കുന്നത് നമുക്കറിയില്ല. ഇത് അനുഭവിക്കുന്നത് നമുക്കറിയില്ല. എന്ന് വെച്ചാൽ ഈ സുഖത്തിനെ കാണിക്കുന്നില്ല. അതിനേക്കാളും വലിയ ജീവിതത്തിലെ പ്രാരാബ്ധ പ്രശ്നങ്ങൾ, അതാണ് നമുക്ക് വലുതായി തോന്നുന്നത്. അതുകൊണ്ട് ഇതിലാണ് നമ്മുടെ മനസ്സ് ആ ശാന്തമായ അവസ്ഥയിലേക്ക് പോകണില്ല. അപ്പോൾ ജപവും സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ചു നേരമെങ്കിലും ആ അവസ്ഥയിലേക്ക് ഇരിക്കാൻ പറ്റുന്നു. അതേപോലെ നിത്യം അനിത്യമായതിനെ തിരിച്ചറിയുന്ന വിവേക ബുദ്ധി. എന്താ ഈ നിത്യം അനിത്യം? നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിത്യവും അനിത്യവും. ലോകത്ത് നിലനിൽക്കുന്നത് നിത്യം. നിലനിൽക്കുന്നത് വെച്ചാൽ മാറ്റമില്ലാത്തത്. എന്താണ് മാറ്റമില്ലാത്തത്? എന്താ മാറ്റമില്ലാത്തത്? എന്താ മാറ്റമില്ലാത്തത്? മാറ്റത്തിന് മാത്രമേ മാറ്റമില്ലാത്തുള്ളൂ, ബാക്കി എല്ലാം മാറുന്നുണ്ട് എന്ന് പറയും അല്ലേ? ഒരു മാറ്റം ഇല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. യെസ്. എന്താണ് നോക്കൂ, വ്യക്തികൾ, സാഹചര്യങ്ങൾ, വസ്തുക്കൾ, ഈ കാലാവസ്ഥ, നിങ്ങൾ പറയണ ഈ ലോകത്ത് നമ്മൾ പറയുന്ന എല്ലാ സാധനവും മാറിക്കൊണ്ടിരിക്കുക. അതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രകൃതി നിയമത്തിന് അത് ബാധകമാണ്. അങ്ങനെ ഇതെല്ലാം മാറിക്കൊണ്ട് അപ്പം മാറാത്ത വസ്തു ഏതാണ്? സത്യം. സത്യത്തിനെ തിരിച്ചറിഞ്ഞ് അതിനെ മാത്രം അക്സെപ്റ്റ് ചെയ്യലാണ് വിവേകം. നിത്യമായതിനെ തിരിച്ചറിയൽ. അപ്പോൾ അത് ഉള്ളിലേക്ക് അന്വേഷിച്ച് കണ്ടെത്തൂ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ തിരിച്ചറിഞ്ഞ് നമ്മൾ കുറച്ച് ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യൂ എന്ന് പറയണം. ഞാൻ കുറേ കോഴ്സ് ചെയ്തു, അവിടെ പോയിട്ട് ഇത്ര AMP ചെയ്തു, ഞാൻ അവിടെ ഇരുന്നു, എനിക്ക് എന്നിട്ടും ഒന്നും മാറിയിട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾ കൃത്യമായി ചെയ്തിട്ടില്ല.
ഞാൻ ഇവിടുത്തെ വലിയ ഓർഗനൈസറാണ്, ഞാൻ വലിയ ടീച്ചറാണ് കൊമ്പത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നും ആയിട്ടില്ല. ഞാൻ കുറേ പാരായണം ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, എന്നിട്ട് എനിക്ക് വിഷമം മാറിയിട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് എവിടെയോ മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് ആർട്ട് ഓഫ് ലിവിങ്ങിൽ കാണുന്നൊരു പ്രശ്നമുണ്ട്. ഞാൻ ഇത്ര കോഴ്സൊക്കെ ചെയ്യും, എനിക്കൊന്നും മാറിയിട്ടില്ല, ആ കോഴ്സ് പ്രസ്ഥാനമൊന്നും പോരാ എന്ന് പറയും. എവിടെയാണ് മാറാത്തത്? കോഴ്സ് പ്രസ്ഥാനത്തിൻ്റെ പ്രശ്നമല്ല, ഉള്ളിൽ മാറണം. അത് കൃത്യമായ രീതിയിൽ വേണം, അത് കൃത്യമായ ഗൈഡൻസിൽ വേണം. അല്ലാത്തിടത്തോളം നമ്മളെന്താണ് വെറുതെ ഇതൊക്കെ അഹങ്കാരത്തിൻ്റെ തലത്തിൽ കുങ്കുമം ചമക്കുന്ന കഴുത എന്ന് പറഞ്ഞ പോലെ, ഗർദമം പോലെ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് കോഴ്സ് ചെയ്യുമ്പോൾ അഹങ്കാരവും കൂടുള്ളൂ. നമുക്ക് സ്വാഭാവികമായിട്ട് പറയണ കാര്യം കേട്ടോ, ആരും ദേഷ്യപ്പെടരുത്, നിങ്ങൾ ഉദ്ദേശിച്ചിട്ടേ അല്ല ആരെയും. ഭഗവാനെ, ഇയാളെന്താ എങ്ങനെ പറയണമെന്ന് വിചാരിക്കരുത്. നമുക്ക് കൂടുതൽ അറിവ് ഇതൊക്കെ സമ്പാദിക്കും തോറും അത് ഭാരമാവും. അതുകൊണ്ട് ജീവിതത്തിൽ ശാന്തിയും സന്തോഷവും പുഞ്ചിരിയും നിഷ്കളങ്കതയും സ്വാഭാവികതയും വന്നിട്ടില്ലെങ്കിൽ ജ്ഞാനം ഭാരമാണ്. ശാന്തി അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഭാരമാണ്. നിങ്ങൾ ഒരു കാറ് വാങ്ങി, നല്ല BMW കാറ് വാങ്ങി, നിങ്ങൾക്ക് ഓടിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ മുറ്റത്തെ സ്ഥലം പോയതല്ലാതെ വേറെ എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ ആ കാറിനെ കൊണ്ട്? ഏ മുറ്റത്ത് കോലിടാൻ പോലും പറ്റില്ലല്ലോ, മാവേലി ഇടാൻ പോലും പറ്റില്ല. ഈ സാധനം വാങ്ങി വെച്ച് ഉപയോഗിക്കാൻ ഇതുപോലെയാണ് ജ്ഞാനവും. ഇത്ര വലിയ സാധനങ്ങൾ തലയിൽ കയറ്റി വെച്ചിട്ട് ഇത് ഉപയോഗിക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ്? ഇത് ഭാരമാകും. ഇത് നമുക്ക് ആകെ ഒരു കഷ്ടമാകും. കുരിശാവുക എന്ന് കുരിശാവും. അത് ചുമന്ന് നടക്കണം, താഴെ വെക്കാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ജപസാധനകളിലൂടെ, ഇതിൻ്റെ കൃത്യമായ രീതികളിലൂടെ നമ്മൾ യെസ്, എന്താണോ ഗുരുക്കന്മാർ ഉദ്ദേശിച്ചത് ആ സ്ഥാനത്തേക്ക് നമ്മൾ എത്തുന്നു എന്നാണ് പറയുന്നത്. അതിന് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും എന്നും കൂടെ പറയണം. കൃത്യമായി ചെയ്യുമ്പോൾ, അദ്ദേഹം ഉദ്ദേശിച്ചത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സംഭവിക്കും. ഓക്കെ, കണ്ണുകൾ അടച്ച് നേട്ടല നിവർത്തി വെച്ചിരിക്കാം. നമുക്ക് ജപം ചെയ്യാനായിട്ട് തയ്യാറാം. ഓം നമഃ ശിവായ. 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 ഓം നമഃ ശിവായ.
ॐ नमः शिवाय। 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 ॐ नमः शिवाय।
ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। കണ്ണുകൾ അടച്ചു വെച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ധ്യാനം ചെയ്യാവുന്നതാണ്.
സാവധാനം ചുറ്റുപാടിലും സ്വന്തം ശരീരത്തിലേക്കും ശ്രദ്ധ കൊണ്ടുവരാം. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, പുറത്തുവിടാം. കായേന വാചാ മനസേന്ദ്രിയേ വ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ ഗുരുദേവ പാദേഷു സമർപ്പയാമി. സർവം ഗുരുദേവ പാദേഷു സമർപ്പയാമി. സർവം ഗുരുദേവ പാദേഷു സമർപ്പയാമി. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഈ സകല ചരാചരങ്ങളുടെ നന്മയ്ക്കും ഈശ്വര സാക്ഷാത്കാരത്തിനും വേണ്ടി എല്ലാവരെയും അനുഗ്രഹിക്കാവുന്നതാണ്. പൂർണ്ണമെന്ന് തോന്നുമ്പോൾ സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. ജയ ഗുരുദേവ്. സൂപ്പർ. മല്ലികാൻറ്റി മാലയൊക്കെ ഇട്ടിട്ട് വളരെ നാളെയാണോ? ഓ വെരി ഗുഡ് വെരി ഗുഡ്. ഒരു സെക്കൻഡ് ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തോളൂ. എന്താണ് പറയാൻ, എന്തോ പറയാൻ വന്നു? അൺമ്യൂട്ട് ചെയ്തോളൂ ഇപ്പോൾ. പറ്റണില്ലേ? ഒരു സെക്കൻഡ്. യെസ്, ഇപ്പം അൺമ്യൂട്ട് ചെയ്തോളൂ. അൺമ്യൂട്ട് ബട്ടൺ അമർത്തിയാൽ മതി. മല്ലികാൻറ്റി അൺമ്യൂട്ട് ബട്ടൺ അമർത്തിയിട്ട് എന്തോ പറയാനുള്ളത് പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ആ, വീണ്ടും മ്യൂട്ടായി. ഒരു പ്രാവശ്യം അമർത്തിയാൽ മതി. ഒരു പ്രാവശ്യം അമർത്തിയാൽ അൺമ്യൂട്ട് ആവും. ഓക്കെ, ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടുള്ളൂ കേട്ടോ. അറിയാത്തതുകൊണ്ടാവും, സാരമില്ല. ജയ് ഗുരുദേവ്. അപ്പോൾ എല്ലാവരും നാളെ നാളെ ഓക്കെ, ശരി. നന്നായിട്ട് ദർശനമൊക്കെ കണ്ടിട്ട് വരൂ. വളരെ വേണം. സ്പിരിച്വൽ പ്രോഗ്രസ് നിങ്ങൾ എത്രയും ജപിച്ചതിന് വളരെ നല്ല പ്രോഗ്രസ് ഉണ്ട്, അത് മനസ്സിലാവുന്നുണ്ട്. അതേപോലെ ബേബി ചേച്ചിക്ക് വലിയൊരു കഥയൊക്കെ പറയാനുണ്ട്. അവരുടെ ലൈഫിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ജപസാധനകൾ കൊണ്ടും സ്പിരിച്വൽ പവർ കൊണ്ടും ഉണ്ടാക്കിയ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരിലും നല്ല മാറ്റം വരുന്നതിൽ ഞാൻ വളരെ സന്തോഷത്തിലാണ് കേട്ടോ. എല്ലാവർക്കും നല്ല ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ട്. ജയ് ഗുരുദേവ്. ഗുഡ്. നാളെ ഉച്ചയ്ക്കാണ് ഓക്കെ, നന്നായിട്ട് പോയിട്ട്. ജയ് ഗുരുദേവ്. ജയ് ഗുരുദേവ്.